പീപ്പിൾ ബിഗ് ഇമ്പാക്ട് കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാനുമായ സെലിം രാജ് അറസ്റ്റിലായി. CBI തിരുവനന്തപുരം യൂണിറ്റാണ് സെലിം രാജിനെ അറസ്റ്റ് ചെയ്തത്. സെലിം രാജ് ഉൾപ്പെടെ പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ജാമ്യാപേക്ഷ ജൂൺ 8-ന് പരിഗണിക്കും. ഭൂമി തട്ടിപ്പിന്റെ വാർത്ത ആദ്യം പുറത്തെത്തിച്ചത് പീപ്പിൾ TV. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലിം രാജ് പ്രതിയായ കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ 10 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ഇതിൽ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സലിം രാജ് ഉൾപ്പെടെ അറസ്റ്റിലായത് 7 പേർ. അറസ്റ്റ് ചെയ്തവരിൽ വിദ്യോദയകുമാറും ജയറാമും റവന്യൂ ഉദ്യോഗസ്ഥരാണ്. സലിം രാജിന്റെ ബന്ധുക്കളായ നാസർ, അബ്ദുൾ മജീദ്, SM സലീം, മുഹമ്മദ് അഷ്റഫ് എന്നിവരെയും CBI അറസ്റ്റ് ചെയ്തു. സലിം രാജിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റം. സലിം രാജ് രേഖകൾ നശിപ്പിച്ചതായും CBI കണ്ടെത്തി. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ 3 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. 3 പേരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ. തൃക്കാക്കര അഡീഷണൽ വില്ലേജ് ഓഫീസർ സാബു, വില്ലേജ് അസിസ്റ്റന്റ് മൊറാത്ത്, എറണാകുളം കളക്ടറേറ്റ് ക്ലർക്ക് ഗീവർഗീസ് എന്നിവരാണ് കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർ. സാബുവും മൊറാദും ചേർന്ന് രേഖകൾ തിരുത്തി റിപ്പോർട്ട് ഉണ്ടാക്കിയതായും ഈ റിപ്പോർട്ട് ഗീവർഗീസ് കളക്ടർക്ക് കൈമാറിയതായും CBI കണ്ടെത്തി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലും തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലും വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന 170ഓളം കുടുംബങ്ങളുടെ ഭൂമി തണ്ടപ്പേർ തിരുത്തി സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നാണ് കുറ്റം. 400 കോടിയോളം രൂപ വരുന്ന വൻ ഭൂമി തട്ടിപ്പിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്ന സലിം രാജ് ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരിക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടിപ്പിടിച്ച് ഭൂമി തട്ടിപ്പിന് കളമൊരുക്കിയത്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെലിം രാജിന്റെ അറസ്റ്റ് നീതിയുടെ വിജയമാണെന്നും സെലിം രാജിന് പിന്നിലെ ഉന്നതർ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പരാതിക്കാരൻ നാസർ പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഉമ്മൻചാണ്ടിയും സെലിം രാജിന് പിന്നാലെ മാണിയും ജയിലിൽ വേണ്ടിവരുമെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ അതിന്റെ അന്വേഷണ പുരോഗതി 9-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേരള ഹൈക്കോടതി. അത് ഞങ്ങൾക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു. ആ കേസ് കോട്ടയം ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അവര് ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജിയായിട്ട് വന്നുവരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ CBIയോട് അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 9-ാം തീയതിക്കാണ് കേസ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും CBI അതിനു മുമ്പ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് വളരെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. കാരണം സത്യം തെളിഞ്ഞു, നീതി ഞങ്ങൾക്ക് കിട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇതിന്റെ ഉന്നതൻ സെലിം രാജല്ല ഇതിന്റെ അകത്ത് ആളുകൾ. സെലിം രാജിന്റെ മുകളിൽ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട്. അവരിലേക്ക് എത്തും, ഉറപ്പായിട്ട് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വമ്പൻ സ്രാവുകൾ ഇതിന്റെ അകത്ത് അറസ്റ്റിലാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സെലിം രാജിന്റെ ഭൂമി തട്ടിപ്പ് ആദ്യമായി പുറം ലോകത്തെത്തിച്ചത് പീപ്പിൾ TVയാണ്. 2013 ജൂൺ 14-നായിരുന്നു പീപ്പിൾ TV ഈ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീകല പ്രഭാകർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. തന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വകാര്യ ഭൂമി അന്യാധീനപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് വ്യവസായിയുടെ പരാതി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലിം രാജിനെതിരെ കൊച്ചി പത്തടിപ്പാലം ആഞ്ഞിക്കാത്ത് വീട്ടിൽ നാസറാണ് പരാതി നൽകിയത്. നാസറിന് പറയാനുള്ളത് ഇതാണ്. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അയൽക്കാരനായ അബ്ദുൾ മജീദ്, ദിലീപ് തുടങ്ങിയവരും അബ്ദുൾ മജീദിൻ്റെ ഭാര്യയുടെ ആങ്ങളയായ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജും ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. 1 ഏക്കർ 16 സെന്റ് സ്ഥലം തങ്ങളുടേതാണെന്ന വ്യക്തമായ രേഖകൾ തന്റെ പക്കലുണ്ടെന്ന് നാസർ പറയുന്നു. ഈ ഭൂമി ഞങ്ങളുടെ കൈവശമാണെന്നുള്ള വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ രേഖകൾ പരിശോധിക്കാതെ ഈ ഭൂമി സർക്കാർ ഭൂമിയാണെന്നും ഇതിന് പട്ടയം വാങ്ങിയിട്ടില്ലെന്നും മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പൈതൃകമായി കിട്ടിയ സ്വത്തിന്റെ തണ്ടപ്പേര് റദ്ദാക്കി അതുവഴി കരമടയ്ക്കുന്നത് തടയാൻ എറണാകുളം ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയതായും നാസർ പറയുന്നു. ഇതു സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും നൽകിയതായും നാസർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. അധികാരത്തിലിരിക്കുമ്പോൾ മക്കൾക്ക് പാത തെളിയിച്ചു കൊടുക്കുന്നതാണ് മക്കൾ രാഷ്ട്രീയമെന്നും തന്റെ കാര്യത്തിൽ അങ്ങനെയല്ലെന്നും ശബരിനാഥൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശബരിനാഥൻ. പ്രാദേശികമായ ഒരു പ്രശ്നവുമില്ല. അവിടെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടാണ്. അത് നിങ്ങൾക്ക് അരുവിക്കര വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ചോദിക്കാം. ഒരു പ്രശ്നവുമില്ല. വളരെ നന്നായിട്ട്, വളരെ സ്മൂത്തായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പ്രാദേശികമായി ഒരു കുഴപ്പവുമില്ല. ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അത് രാഷ്ട്രീയമാവട്ടെ ബിസിനസ് ആവട്ടെ പാത വെട്ടിപ്പിടിച്ചു കൊടുക്കുന്നു. ആ പാതയിലൂടെ സുഗമമായി മുന്നോട്ട് പോകാൻ വഴിയൊരുക്കി കൊടുക്കുന്നു. അതാണ് മക്കൾ രാഷ്ട്രീയം. എൻ്റെ കാര്യത്തിൽ അത് അച്ഛനൊരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല. ഞാനങ്ങനെ അതിനുവേണ്ടി നിന്നു കൊടുക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അച്ഛൻ അത് ചെയ്യാൻ ആ സമയം ഇല്ല. അച്ഛൻ പോയതിനു ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെ ദാസ് PC ജോർജിന്റെ അഴിമതി വിരുദ്ധ സ്ഥാനാർത്ഥി. വോട്ടെടുപ്പിലൂടെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അരുവിക്കര മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും വോട്ടെടുപ്പ് നടത്തിയാണ് PC ജോർജ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ 4 പേരുകൾ നിർദ്ദേശിച്ച് വോട്ടെടുപ്പ് നടത്തി മണ്ഡലത്തിലുള്ളവർക്ക് പരിചിതനായ കെ ദാസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. കെ ദാസ് എന്ന് പറയുന്ന ചാല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത കെ ദാസിന് 5371 വോട്ട്. 8640 വോട്ടിൽ 5321 വോട്ടുകൾ ദാസ് നേടി. അഴിമതി വിരുദ്ധ ജനാധിപത്യം ഒരു പ്രതിനിധി വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ മാറ്റങ്ങളുണ്ടാകും. അതിന് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ യാതൊരു പാർട്ടിയും അഴിമതിക്കാരനെ നിർത്തത്തില്ല. അപ്പോൾ അഴിമതി ഉണ്ടാകത്തില്ല. അഴിമതിക്കെതിരായ തെരഞ്ഞെടുപ്പായിരിക്കും അരുവിക്കരയിലേതെന്ന് മുന്നണി ചെയർമാൻ PC ജോർജ് പ്രതികരിച്ചു. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഒരു കോളേജ് ഇലക്ഷൻ നിൽക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങളുമായി ബന്ധമില്ല. ഒരു കൗബോയ് ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു മത്സരം വേണം. UDF ചിന്താഗതിയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി വേണം. അഴിമതി വിരുദ്ധ മുന്നണിയുടെ കൺവെൻഷൻ നാളെ നടക്കും. മണ്ഡലത്തിലെ പ്രബല സമുദായത്തിൻ്റെ സ്വാധീനമുള്ളതിനാൽ കെ ദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടി ഇന്നല്ലെങ്കിൽ നാളെ പ്രതിയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജിജി തോമസിന്റെ വെളിപ്പെടുത്തലോടെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമായതായും കോടിയേരി പറഞ്ഞു. പാമോയിൽ കേസ് ജിജി തോമസൻ പറഞ്ഞില്ലേ, അന്ന് പാമോയിൽ ഇറക്കുമതിയെ ഞാൻ എതിർത്തിരുന്നു. ഇറക്കുമതി പാടില്ല, ടെൻഡർ ചെയ്യണം, ടെൻഡർ ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ നോട്ട് എഴുതി, വിയോജനക്കുറിപ്പ് എഴുതി. അത് മറികടന്നുകൊണ്ടാണ് പാമോയിൽ ഇറക്കുമതി അനുമതി കൊടുത്തത്. ധനകാര്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടിയല്ലേ. ജിജി തോമസ് എഴുതിയ നോട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കാൻ ഉത്തരവിട്ട ആളുകൾ ആ കേസിൽ പ്രതിയായപ്പോൾ ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് ചേർത്ത് കുറ്റവിചാരണ ചെയ്യണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ട് ആ കോടതി ഉത്തരവിനെ അട്ടിമറിക്കാൻ ഭരണകൂടത്തെ ദുർവിനിയോഗിച്ച മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിസ്റ്റർ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മൻചാണ്ടിയും ആ കേസിൽ വിചാരണ ചെയ്യപ്പെടും. ഇപ്പോൾ LDF കൺവെൻഷൻ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ആരൊക്കെയാണ് LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൺവെൻഷനിൽ പങ്കെടുത്തത്? ഇപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ജിംഷാദ്, ഇപ്പോൾ UDF വിട്ടുവന്ന കേരള കോൺഗ്രസ് നേതാവ് R ബാലകൃഷ്ണപിള്ളയാണ് ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ LDF പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് നേരത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി നയത്തിനും അതുപോലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. വളരെ വിശദമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അരുവിക്കരയിലെ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നും MP ജയകുമാറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ LDF നേതാക്കളായ കാനം രാജേന്ദ്രൻ, മാത്യു ടി തോമസ്, ഉഴവൂർ വിജയൻ, കടന്നപ്പുഴ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സംസാരിച്ചു. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വല്ലാത്ത കയ്യടിയും ആവേശവും ഒക്കെ കേൾക്കാനാകുന്നുണ്ട്. PV കുട്ടൻ, ബാലകൃഷ്ണപിള്ള എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയാനാവുമോ? ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം ആരംഭിച്ചേ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം KM മാണിക്കും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കുമെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ പ്രസംഗത്തിലാണ് ജനങ്ങൾ ആവേശഭരിതരായി കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. അജിംഷാദ്. ശരി, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. LDF കൺവെൻഷൻ പുരോഗമിക്കുകയാണ് അരുവിക്കരയിൽ. കോടിയേരി ബാലകൃഷ്ണൻ CPI സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തത്. CPI സെക്രട്ടറി കാനം രാജേന്ദ്രൻ, JDS പ്രതിനിധി മാത്യു ടി തോമസ്, ഉഴവൂർ വിജയൻ, NCP എന്നിവരും സംസാരിച്ചു. ഇപ്പോൾ R ബാലകൃഷ്ണപിള്ള സംസാരിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്.
കുതിച്ചൊഴുകുന്ന കല്ലാറിനെ മുറിച്ചു കടന്നാണ് വിതുര ആദിവാസി കോളനിയിലുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. മഴക്കാലത്ത് നദിയിൽ വെള്ളം ഉയരുമ്പോൾ ദിവസങ്ങളോളം ഇവരുടെ പഠനം മുടങ്ങും. കല്ലാറിന് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്നാണ് കോളനി നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യം. പ്രവേശനോത്സവം ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ വർണ്ണാഭമായ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം എല്ലായിടങ്ങളിലും കണ്ടത്. വിതുരയിൽ കഥ വ്യത്യസ്തമാണ്. സ്കൂൾ ബസ്സില്ല, വാഹനങ്ങളില്ല, കുതിച്ചൊഴുകുന്ന പുഴ മുറിച്ചു കടന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് കുഞ്ഞുങ്ങളുടെ പഠനം. ഈ ദൃശ്യങ്ങൾ കാണുക. പേടിപ്പെടുത്തുന്ന ഒരു മഴക്കാലത്തിൻ്റെ കൂടി പടിവാതിൽക്കലാണിവർ. മലവെള്ളം ഉയരുമ്പോൾ അച്ഛനും അമ്മയും കടവിൽ കാത്തു നിൽക്കും. ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തു കടത്തും. മലവെള്ളം വല്ലാതെ ഉയരുമ്പോൾ ദിവസങ്ങളോളം സ്കൂൾ മുടങ്ങും. ഒഴുക്കിൽ പെട്ടുപോയ അനുഭവവും കുഞ്ഞുങ്ങൾ പങ്കുവച്ചു. അവിടെ ഒഴുക്കിപ്പെട്ടപ്പോൾ അമ്മലാണ് നശിച്ചത്. പിന്നെ നമ്മളെന്നാലും സ്കൂളിൽ പോയി, നനഞ്ഞുകൊണ്ട് തന്നെ പോയത്. വെള്ളം ഇത്ര പൊക്കത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാൻ വരായിരുന്നു, സ്കൂളിൽ പോകാൻ പറ്റൂലായിരുന്നു, അത്ര വെള്ളമായതുകൊണ്ട്. ഒരു 50 എണ്ണമെങ്കിലും ഇത് മരിച്ചിട്ടുണ്ട്. 50 അല്ല എൻ്റെ ഒരു ഉദ്ദേശത്തിൽ. വിതുരയിലെ തലത്തൂതക്കാവ്, കല്ലാങ്കുടി, ചെമ്പിക്കര തുടങ്ങിയ ആദിവാസി കോളനികളിലെ കുഞ്ഞുങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കല്ലാറിന് മുകളിൽ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിരവധി പ്രക്ഷോഭങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തി. ഒരു ഫലവും ഇതുവരെയില്ല. നമുക്ക് പ്രവേശനോത്സവങ്ങൾ ആഘോഷിക്കാം, അടിച്ചുപൊളിക്കാം. പക്ഷേ നിസ്സഹായരായി പുഴയെ നോക്കി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ടാകരുത്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം കല്ലാറിൽ നിന്നും MR സജേഷ്. ചീഫ് സെക്രട്ടറിക്കെതിരെ മന്ത്രിസഭാ യോഗത്തിൽ രൂക്ഷ വിമർശനം. പാമോലിൻ കേസിൽ ചീഫ് സെക്രട്ടറിയുടെ പരാമർശം അതിരുകടന്നതായിരുന്നു എന്ന് വിമർശനം. പരാമർശം തെറ്റിദ്ധാരണ പരത്തിയെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു ചീഫ് സെക്രട്ടറി ജിജി തോമസിന്റെ പരാമർശം. പാമോലിൻ കേസിനകത്ത് എന്താ സംഭവം? ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തു, ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിനെതിരെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. എൻ്റെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു, പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് മന്ത്രിമാരെ. രമേശ് ചെന്നിത്തല മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. 5 മന്ത്രിമാർ പിന്തുണച്ചു. ചീഫ് സെക്രട്ടറിയുടെ പ്രസ്താവന സർക്കാരിനെ വെട്ടിലാക്കിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ സർക്കാർ തീരുമാനമെടുത്താൽ പിന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രസക്തിയില്ലെന്ന് വിശദീകരിക്കുകയായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. പാമോലിൻ വിവാദത്തിന് തൊട്ടു പിന്നാലെ വാതക പൈപ്പ് ലൈൻ പദ്ധതി സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ പരാമർശവും വിവാദമായി. ഇപ്പോൾ ഇന്ന് രാവിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററിനോട് പറഞ്ഞു, മലപ്പുറത്ത് പ്രശ്നമുള്ള 2-3 പിന്നെ പോക്കറ്റ്സ് മാത്രമേ ഉള്ളൂ, ആ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാം പൈപ്പ് ഇടാൻ പറഞ്ഞിരിക്കുക. ഈ ചില സ്ഥലങ്ങളിൽ ഈ ചില എലിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ രാവിലെ ഇന്ന് മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ കൊച്ചിയിൽ തുടങ്ങിയതിന് അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, ഇത് നമുക്ക് മലപ്പുറത്ത് ഇമ്മീഡിയറ്റായിട്ട് ചെയ്തോളാൻ പറഞ്ഞിരിക്കുക. 3 പോക്കറ്റ്സ് മാത്രം, ചില 3 അല്ല 2-3 പോക്കറ്റ്സ് അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം കൂടി ചെയ്യാൻ പറഞ്ഞു. ഈ പരാമർശത്തിനെതിരെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. ഏത് വിധേനയും പദ്ധതി നടപ്പാക്കണമെന്ന് താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. എതിർക്കുന്നവരുമായി ചർച്ച നടത്തണം, സമവായം കണ്ടെത്തുന്നതുവരെ സർവേ നിർത്തിവയ്ക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മന്ത്രിമാരുടെ ഇടപെടൽ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന തുറന്ന പറച്ചിലായിരുന്നു ചീഫ് സെക്രട്ടറിയുടേത്. അതുതന്നെയാണ് മന്ത്രിമാരെ ചൊടിപ്പിച്ചതും. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന സർവകക്ഷി യോഗം പരാജയപ്പെട്ടു. പദ്ധതി അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പദ്ധതി എന്തു വില കൊടുത്തും നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രതിപക്ഷവും 2 തട്ടിലായിരുന്ന സാഹചര്യത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചത്. സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷി നേതാക്കളും പങ്കെടുത്തു. വളരെ തന്ത്രപ്രധാനമായതും കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയാകെ മാറ്റിമറിക്കുന്നതുമായ വിഴിഞ്ഞം പദ്ധതി പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയ്ക്ക് നൽകാനുള്ള നീക്കം അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി നടത്തിപ്പിനോട് യോജിപ്പില്ല. കരാറിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നും VS ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് യോജിക്കുന്നില്ലെന്നും എന്ത് വില കൊടുത്തും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല. കാരണം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും, എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കും. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉറച്ച തീരുമാനമായി തന്നെ മുമ്പോട്ട് പോകും.
2015 ഏപ്രിൽ 24-ന് അദാനിയുമായി മുഖ്യമന്ത്രിയും കെ ബാബുവും KV തോമസിന്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇതിന്റെ മിനിറ്റ്സ് യോഗത്തിൽ വെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് ടെൻഡർ അദാനിക്ക് നൽകാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.